സ്നേഹം മാത്രമായി ഈശ്വരനിന്നുള്ള ബോധം നിറയ്ക്കണേ എന്നും. ഈ മനോഹരമായ ഗ്രന്ഥം വായിക്കുവാനും അതിനൊരു അവതാരിക എഴുതുവാനും അത് പരിശുദ്ധ ബാവയിൽ നിന്ന് സ്വീകരിക്കാനുമുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രീ ഗീവർഗീസ് യോഹന്നാനുമായി പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. MGM സ്കൂളിൻ്റെ അഡ്വൈസറി ബോർഡിൽ എൻ്റെ സുഹൃത്ത് സിറിയക് തോമസിനോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. പക്ഷെ അതൊന്നുമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം. ഇതിൻ്റെ പേര് തന്നെയാണ്. അങ്ങനെ ഒരു പേരൊരു പുസ്തകത്തിന് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ആകയാൽ സ്നേഹം മാത്രം. എന്നോട് പലരും ചോദിച്ചു ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം. സ്നേഹം മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മകഥ ചരിത്രത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ആത്മകഥ യഥാർത്ഥത്തിൽ സാഹിത്യ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് എത്താൻ കഴിയാത്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ ആത്മകഥയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷെ ആത്മകഥ എഴുതുമ്പോൾ എല്ലാവരും അവരവരെ തന്നെ കൂടുതൽ പ്രശംസിക്കാനാണ് ശ്രമിക്കുക. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം എന്നുള്ള ആഗ്രഹം. പക്ഷേ അതൊന്നും ഈ പുസ്തകത്തിലില്ല. അദ്ദേഹം തെളിയിക്കുന്നത്, അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്നേഹം മാത്രമാണ് ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടത് എന്നാണ്. അതെന്തുകൊണ്ട് എന്ന് തെളിയിക്കാനാണ് അദ്ദേഹത്തിന് ആകയാൽ സ്നേഹം മാത്രം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്നേഹം മാത്രം കൊണ്ട് ഞാൻ ജീവിച്ചത്, ഞാൻ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് എന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരികയാണ്. മറ്റൊരു പ്രത്യേകത ഇതിലെ ഭാഷയാണ്. നിങ്ങൾക്കൊക്കെ അതിശയം തോന്നും ഈ പുസ്തകം വായിക്കുമ്പോൾ. കാരണം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നമ്മൾ സാധാരണ പുസ്തകങ്ങളിൽ കാണുന്ന ഭാഷയല്ല. വളരെ ആത്മാർത്ഥമായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് മാറ്റണമെന്നുണ്ടോ? ഒരു സാഹിത്യ കൃതിയായി മാറ്റത്തക്കവണ്ണം ഈ ഭാഷ മാറ്റുന്നത് നല്ലതായിരിക്കില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതല്ല ഉദ്ദേശം. ഒരു സാഹിത്യരചനയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. ഒരച്ഛൻ മക്കളോട് സംസാരിക്കുന്നത് പോലെ, ഒരു സഹോദരൻ സഹോദരരോട് സംസാരിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും ഞാൻ ഈ ലോകം കീഴടക്കി എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ അദ്ദേഹം വളരെ രസകരമായ ധാരാളം കുടുംബകഥകളും ഇതിൽ പറയുന്നുണ്ട്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു പുസ്തകം. അത് വായിക്കണം. നിങ്ങൾക്ക് പലതും അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതിലേറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം എത്ര വിനയാന്വിതനായ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം സ്വീകരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം. സ്നേഹം മാത്രമായി ഈശ്വരനിന്നുള്ള ബോധം നിറയ്ക്കണേ എന്നും.